കപ്പൽ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്ത തീരം എന്ന് പറയുന്നത് തലശ്ശേരി വടകര തീരങ്ങളാണ്. കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് 44 നോട്ടിക്കൽ മൈലാണ് അപകടം നടന്ന സ്ഥലത്തേക്കുള്ള ദൂരം. പക്ഷെ നിലവിൽ കണ്ണൂർ ജില്ലക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീരദേശത്ത് താമസിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നിലവിൽ അപകടം നടന്നതിന്റെ ഈ കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് 19 നോട്ടിക്കൽ മൈലിൽ കോസ്റ്റൽ പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. സ്ഥിതിഗതികൾക്കൊക്കെ അവർ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ്. നിലവിൽ യാതൊരു വിധത്തിൽ ആശങ്കയും വേണ്ട. കണ്ണൂരിലൊന്നും ആഘാത മുന്നറിയിപ്പില്ല. നേരത്തെ പയ്യാമ്പലത്ത് കടൽ വെള്ളം ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെള്ളം ശേഖരിച്ചത് എന്നാണ്. പക്ഷേ ഇന്നത്തെ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിലല്ല വെള്ളം ശേഖരിച്ചത് എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പയ്യാമ്പലത്തെ തീരത്ത് നിന്ന് കടൽ വെള്ളം ശേഖരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ വെള്ളം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. 4 ക്യാനിലാണ് വെള്ളം ശേഖരിച്ചത്. ഇതിന് പരിശോധനയ്ക്കായി എറണാകുളം സെൻട്രൽ ലാബിലേക്ക് അയക്കും. ഏതാണ്ട് ഒരാഴ്ച മുതൽ 1 മാസം വരെ സമയമെടുക്കും ഇതിന്റെ പരിശോധന ഫലം വരാൻ വേണ്ടി. സാധാരണ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഈ കപ്പലിലുണ്ടായിരുന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കളൊക്കെ കടൽ വെള്ളത്തിൽ കലരണമെങ്കിൽ ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് മുങ്ങണം. എന്നാൽ മാത്രമേ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവൂ. കഴിഞ്ഞ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് അത്തരത്തിൽ കണ്ടെയ്നറുകൾ കപ്പൽ പൂർണ്ണമായി മുങ്ങി കണ്ടെയ്നറുകൾ തീരങ്ങളിലേക്ക് ഒഴുകുന്നത് കൊണ്ടായിരുന്നു. പക്ഷെ നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യമല്ല. കപ്പലിന് തീ പിടിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ മാരകമായ രാസവസ്തുക്കളുമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കപ്പലിലുള്ള കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളൊന്നും കടലിലേക്ക് ലീക്കാവാത്തത് കൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. അത്തരത്തിൽ ലീക്കായി കഴിഞ്ഞാൽ പെട്ടെന്നൊരു നിമിഷ നേരം കൊണ്ട് തന്നെ കടലിലേക്ക് പടരാനുള്ള സാഹചര്യവുമില്ല. അത്തരത്തിലുള്ള ഈ പ്രചരണങ്ങളൊക്കെ തെറ്റാണ്. എന്തായാലും അത്രയും വലിയ ഒരു ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ രാസവസ്തുക്കൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് ആയിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ തീരങ്ങളിലേക്ക് അത്ര പെട്ടെന്നൊന്നും എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. കൃത്യമായ വിവരങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതാത് സമയത്ത് പുറത്തുവിടുന്നുണ്ട്.